നമസ്കാരം. ഇത് ജിതേഷ് ഭായിയുടെ വീടാണ്. നമ്മളുടെ 5 സെന്റിലെ 3ാമത്തെ വീട്. നമ്മൾ കയറി വരുമ്പം തന്നെ നേരെ പൂജാ റൂമാണ്. അത് പൂജാ റൂമിനോടൊപ്പം തന്നെ ഒരു ലിവിങ് സ്പേസും ചെറിയൊരു ഡൈനിങ് സ്പേസും ഉണ്ട്. ഇതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ കിച്ചണുണ്ട്. കിഴക്കോട്ട് ദർശനമായിട്ട് കിച്ചണുണ്ട്. ഒരു കോമൺ ടോയ്ലറ്റും ഇതിനടിയിലായിട്ട് സ്റ്റെയർ കേസിനടിയിലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം ചെറിയൊരു പാസേജ് ഉണ്ട്. ആ പാസേജിൽ നമ്മൾ കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജിതേഷ് മൃദംഗം, തബല ഇതിലെല്ലാം ഒരു എക്സ്പേർട്ടാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യാനായിട്ടൊരു സ്പേസ് വേണമെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഈ ഒരു സ്ഥലവും നമുക്ക് കൊടുക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ മറ്റ് 2 വീടുകളിൽ കണ്ടതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് 2 ബെഡ്റൂംസ്. അതാണ് ഈ 5 സെൻറ്റിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചൊരു പ്രോഡക്റ്റ്. അവരുടെ മിനിമം റിക്വയർമെൻറ്റിനനുസരിച്ച് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷമായിട്ട് തോന്നുന്നത്. അപ്പം നമ്മുടെ ബാക്കി റിവ്യൂവും കാര്യമൊക്കെ ക്ലയൻറ്റ് തന്നെ പറയട്ടെ. ഇങ്ങനെ ഒരു പര വെക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ചേട്ടാനിയന്മാരുമായിട്ട് അമ്പലത്തിൽ വരുന്ന അങ്ങനെ. നമസ്കാരം. വീട് വെക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഡ്രീം തന്നെയാണ്. അപ്പം വീട് നല്ല സുന്ദരമായി നമ്മുടെ മനസ്സിനിണങ്ങുന്ന രീതിയിൽ ചെയ്യുക എന്ന് പറയുന്നത് അതിലും മനോഹരമാണ്. അതിന് സഹായിച്ച റോഷൻ ചേട്ടനും അതുപോലെ അവരുടെ സഹായികളായിട്ട് നിന്ന എല്ലാവർക്കും നന്ദി. പിന്നെ എനിക്ക് പറയാനുള്ളത് 4.5 സെന്റിൽ 3 വീടെന്ന് പറയുന്നത് ആർക്കും അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ അത് ചെയ്ത് കാണിച്ച് വിജയിച്ചിരിക്കുകയാണ് റോഷൻ ചേട്ടൻ. അതുപോലെ അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത്. എൻ്റെ മനസ്സിലും ഒരുപാട് നന്ദിയുണ്ട്. 3 വീടെന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അതും ചുരുങ്ങിയ സ്ഥലത്ത് ചുരുങ്ങിയ എമൗണ്ടിൽ, ചെറിയ എമൗണ്ടിൽ ഇത്രയും വിജയകരമായി ഈ വീട് നിർമ്മിച്ചു തന്ന എല്ലാവർക്കും എൻ്റെ വക, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ വകയും നന്ദി. ഇനി നിങ്ങൾക്ക് ആർക്ക് ഇതുപോലെ ഒരു നല്ല സ്വപ്ന ഭവനം നിർമ്മിക്കാനാണെങ്കിലും റോഷൻ ചേട്ടനെ സമീപിക്കുക. ലക്ഷ്യ